മനുഷ്യരായിട്ട് ഇടപഴകാനുള്ള സ്വഭാവമെങ്കിലും പഠിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി കേട്ടോളൂ, സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം, ആജ്ഞേയമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താ. പേരോടിന്റെയും അലവിയുടെയും സുലൈമാൻ സഖാഫിയുടെയും എല്ലാവരുടെയും ഈ വിഷയത്തിലെ വിശദീകരണം ബിദ്അത്താ. അല്ലാഹു ഇങ്ങനെ വരുമോ, ഇങ്ങനെ വരുമോ, ഏതുപോലെ വരും, ചന്തിണ്ടോ, ലിംഗണ്ടോ, ഈ വക കാര്യങ്ങൾ തീർച്ചയായും അത്തരം സംസാരം ബിദ്അത്താണ്. അനസ് ഇബ്നു മാലിക്, ഇമാം ബുഖാരിയും ഒക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നു, ഈ വീക്ഷണമല്ലാത്ത എന്തൊരു വീക്ഷണം മുജാഹിദ് പ്രസ്ഥാനം ഇതിൽ അവതരിപ്പിച്ചു? നിങ്ങൾ പറയണം. തെളിവ് രണ്ട്. ഇനി അല്ലാഹു ഇറങ്ങി വരുന്നു. എന്താണ്? പുണ്യങ്ങളുമായി ബറാഅത്ത് രാവ് ഇ.കെ. മാഹിൻ സഖാഫി കേട്ടോ, റിസാല 1996 ജനുവരി 5 ലക്കം 63. കേട്ടോളൂ, പുണ്യങ്ങളുമായി ബറാഅത്ത് രാവ്. ഈ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് വഹാബികളല്ല, ഇബ്നു അബ്ദുൽ വഹാബ് തൗഹീദിലല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യല്ല, അല്ലാഹുവിന്റെ റസൂൽ. നിങ്ങളാ എഴുതുന്നത്. ആരാ എഴുതുന്നത്? ഇ.കെ. മാഹിൻ സഖാഫി. നിങ്ങൾ ചോദിക്ക്, സഖാഫി നിങ്ങൾക്ക് എവിടുന്നാ തെളിവ്? ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകുന്നതാണ്. തുർമുദി അഹമ്മദ്. നിങ്ങൾ ചോദിക്കാർക്ക് എങ്ങനെ? പേരോട് വിമർശിച്ച പോലെ, ഇവരൊക്കെ പരിഹസിക്കുന്ന പോലെ ആ ഇറക്കം എങ്ങനെ? നിങ്ങളൊന്ന് പറ. ഇത് തുർമുദിയിലും അഹമ്മദിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. മായിൻ സഖാഫിയോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇഹ്യാ ഉലൂമുദ്ദീൻ കേട്ടോളൂ, ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. എട്ടാമത്തെ മൂലതത്വം അല്ലാഹു താൻ ഉദ്ദേശത്തിൽ തന്റെ അർശിൽ ഇസ്തവ ചെയ്തു എന്നാണ്. ഈ ഇരിപ്പ് അവന്റെ മഹോന്നത പദവിക്ക് എതിരല്ല, നാശത്തിന്റെയും പുതുതായി ഉണ്ടാകലിന്റെയും അടയാളമുള്ളത് കൊണ്ടുണ്ടാവുകയില്ല എന്ന് പറയുന്നു. ഇനി കേട്ടോളൂ, ഇതിൽ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ 136-ാമത്തെ പേജിൽ പറയാം, ദുആ പ്രാർത്ഥനയുടെ മര്യാദ മുറകൾ അവ 10 കൂട്ടം കാര്യങ്ങളാണ്. എനിക്ക് കേട്ടോളൂ, ഓരോ രാത്രിയിലും അതിന്റെ അവസാനം 1/3 അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുകയും എന്നോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഞാൻ അവന് ഉത്തരം ചെയ്യാം, എന്നോട് ആവശ്യപ്പെടുന്നവരുണ്ടോ ഞാൻ അവർക്ക് നൽകാം, എന്നോട് മാപ്പപേക്ഷിക്കുന്നവരുണ്ടോ ഞാൻ അവന് പുറത്തു കൊടുക്കാം. പേരോട് പറഞ്ഞ പോലെ എപ്പോഴാ ഇറങ്ങുന്നത്? അമേരിക്കയിൽ എപ്പോഴാ ഇറങ്ങുന്നത്? മുപ്പര പരിഹാസ. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ എഴുതിയതാണ്. റിസാല ഇതിന് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. റിസാലയിൽ പറയുന്നത് എന്തറിയോ? ഇഹ്യാ ഉലൂമുദ്ദീൻ മതവിജ്ഞാനങ്ങളെ ജീവിപ്പിക്കും. നോക്കൂ, എന്നിട്ട് പറയാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഓരോ മുസ്ലിമിന്റെ വീട്ടിലും ഇത് ഉണ്ടാവേണ്ടതാ. ഞാൻ ചോദിക്കുന്നു, വിനീതരായ മുസ്ലിംകളോട്, സത്യാന്വേഷികളോട്, നമുക്ക് ആരുടെയെങ്കിലും പക്ഷം ചേരുക എന്ന് നമ്മുടെ ഭാഗത്താണോ? വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഉഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന, അല്ലേ? അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ എഴുതിയ അതേ കാര്യം ഞങ്ങൾ അൽമനാറിലുണ്ട്. ഇനി അൽമനാറിൽ നിന്ന് നിങ്ങൾ എഴുതാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങൾ തെളിയിക്കേ. ഇതൊരു വെല്ലുവിളിയായി നിങ്ങൾ ഏറ്റെടുത്തോളൂ. അൽമനാറിൽ എഴുതിയത് നിങ്ങൾ എഴുതാത്ത എന്തെങ്കിലും ഒന്ന്, പ്രാമാണിക ഗ്രന്ഥങ്ങളില്ലാത്ത എന്തെങ്കിലും ഒന്ന്. ഇത് റഹ്മത്തുള്ളാ ഖാസിമി മൂത്തേടത്തിന്റെ പരിഭാഷ. അദ്ദേഹം റഹ്മത്തുള്ളാ ഖാസിമി മൂത്തേടം ഇതിൽ എഴുതുന്നു പല സ്ഥലങ്ങളിലും. കേട്ടോളൂ അദ്ദേഹത്തിന്റെ പരിഭാഷ. ഇത് ഇന്നലെ അതിനു വേണ്ടി 500 റുപ്യ എടുത്ത് വാങ്ങിയ അല്ലേ? ഇത് വാങ്ങേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ഹക്ക് ബോധ്യപ്പെടുത്തി തരാൻ, കേട്ടോളൂ. അദ്ദേഹം പറയാണ്, വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ പല വചനങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഈ വ്യാഖ്യാനക്കുറിപ്പ് 278, 279 അതുപോലെയുള്ള പേജുകളിൽ അദ്ദേഹം തീർത്തു പറയുന്നു. കേട്ടോളൂ, വായിച്ചു കേൾപ്പിച്ചു തരാം. അല്ലാഹുവിന്റെ സിംഹാസനത്തെ കുറിച്ചും അതിൽ അവൻ ആരോപണം നടത്തിയതിനെ സംബന്ധിച്ചും എന്നും വ്യക്തമായി ഗ്രഹിക്കാൻ മനുഷ്യനാവില്ല. ഇതും ഇതുപോലെയുള്ള സംഗതികളും ഖുർആനിലും ഹദീസിലും അല്ലാഹുവും പ്രവാചകനും പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. ഇങ്ങനെ അല്ലാഹു സത്യത്തിൽ സുന്നി സമൂഹത്തിന്റെ സാധാരണക്കാരെ വിചാരം അറിയോ? അല്ലാഹ് സിംഹാസനത്തിരുന്നു ഖുർആനിൽ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ എത്രയോ സാധാരണക്കാരോട് സംസാരിച്ചു. ഞാനൊരു നാട്ടിൽ വന്നാൽ ആ നാട്ടിലെ പ്രസംഗം പൊതുജനങ്ങൾക്ക് എങ്ങനെ എഫക്ട് ചെയ്തു എന്ന് പരിശോധിക്കും. എന്നിട്ട് അവരുടെ കത്ത് വാങ്ങിക്കും. നാട്ടുകാരോടും പറയും. ആ കൂട്ടത്തിൽ സുന്നികളെ വിശ്വസിക്കുന്നുണ്ടറിയോ? കൈയില്ലാത്ത അല്ലാഹു, അത് നോക്ക്, കണ്ണില്ലാത്ത അല്ലാഹു ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് അടുത്ത് വരുമ്പോ സക്കാഫിനോട് നിങ്ങൾ പറയണം, സുന്നികൾ അല്ലാഹു അതൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വിശദീകരിക്കുന്നേ. അപ്പൊ കാണിച്ചിട്ടുണ്ട് ഞങ്ങളെ തെളിവുകളാണ് ഞങ്ങളുടെ. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട പലയിടത്തും ഞങ്ങളുടെ കയ്യിലില്ല. അത് ഞങ്ങൾ റസൂൽ
അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. കേട്ടോളൂ, പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക. ഞങ്ങൾ അപ്പടി വിശ്വസിച്ചു. ഞങ്ങൾ വ്യാഖ്യാനിച്ചോ? എവിടെയെങ്കിലും വ്യാഖ്യാനിച്ചോ? നിങ്ങളെ പോലെ എവിടെയെങ്കിലും അഭിവ്യക്തി ഞങ്ങൾ ചെയ്തോ? ഇല്ല. മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്തവയാണ് അർശും കുർസിയും ലൗഹം അതുപോലെയുള്ള കലാമുമൊക്കെ. ഈ വിഷയകമായി ഇബ്നു കസീർ രേഖപ്പെടുത്തിയ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ പണ്ഡിതന്മാരെയും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ സിംഹാസനാരോഹണം അറിയപ്പെട്ട സംഗതിയാകുന്നു. അതിന്റെ രൂപമാകട്ടെ ആജ്ഞേയമാക്കപ്പെട്ടിരിക്കുന്നു. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിനെക്കുറിച്ച് ചോദ്യം വിധേയത്താകുന്നു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു.